ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. എങ്കിലും മാത്രമേ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ആ ഒരു രണ്ട് രീതിയിൽ നിങ്ങൾക്കിത് റെഡിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ എല്ലാ ചേരുവകളും അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചതൊന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ എടുക്കുക. അതിനാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചെടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. കാരണം കട്ടയൊന്നും പാടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതിവിടെ രണ്ടും തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം മതിയാകും. ഞാനിതിലേക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ മല്ലിയില ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങ ഞാൻ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ അംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. പുളിപ്പ് രസത്തിനാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചേർക്കാനായിട്ട് വിട്ടുപോയി. ഇനി നമുക്ക് മാവ് എടുക്കാം. മാവ് ആ ഒരു ടൈം കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 2 പാർട്ടാക്കി മാറ്റണം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെയിം അളവിൽ തന്നെ ഒരേ അളവിലുള്ള 2 പാർട്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ, അതായത് 1 കപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഏകദേശം 6 എണ്ണം ഒക്കെയാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ഗോതമ്പ് പൊടി എടുക്കുക, ബാക്കിയുള്ള ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കൈക്കുള്ളിൽ വെച്ചൊന്ന് ഉരുട്ടി ഒന്ന് എടുത്തിട്ടുണ്ട്, നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അല്പം ഗോതമ്പ് പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. മാവ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്കത് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കട്ടി കൂടാനും അതുപോലെ ഒരുപാട് നൈസാവാനും പാടില്ല. നൈസ് ആവരുത് കേട്ടോ, എങ്കിലും ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതിവിടെ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 2 പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങും ഞാനിവിടെ 2 എണ്ണമാണല്ലോ റെഡിയാക്കിയിരിക്കുന്നത്. അതും 2ആയിട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും വേണമെന്നില്ല. ഇനി ഒട്ടും തന്നെ റൗണ്ട് ഷേപ്പൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ, വലിയൊരു പാത്രം വെച്ചിട്ട്. കാരണം ഇത് നമ്മൾ വലിപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ചപ്പാത്തിയെക്കാട്ടും നല്ല വലിപ്പത്തിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഞാൻ 2ലും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉരുട്ടുന്ന സമയത്ത് ഫില്ലിങ്ങും പുറത്ത് വരാതിരിക്കാനാണ് തീരെ നൈസ് ആകരുതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സവാള നന്നായിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറഞ്ഞത് കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതൊരു ഒരേ അളവിലുള്ള 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വട്ടത്തിൽ പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 4ഓ 5ഓ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഇത്. ഒരുപാട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ നല്ല എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാനിതിവിടെ രണ്ടാമത്തേതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അല്ല, സാധാരണ പ്ലേറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി സാധാരണ സ്റ്റീമർ അതിലും വെച്ച് നിങ്ങൾക്കത് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തതിൽ എനിക്കിവിടെ 6 എണ്ണമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വെള്ളം കൂടുതലായിട്ട് വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടല്ലേ നമ്മൾ വേവിക്കുന്നത്, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ഒരു പലഹാരത്തിനായിട്ട് ഒരു കോട്ടിംഗ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ കുറവളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ, പലഹാരം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു കോട്ടിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പലഹാരം ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ മുട്ടയിൽ അതൊന്ന് മിക്സ് ചെയ്ത് മുക്കിയതിന് ശേഷം എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം മുതിർന്നവർക്കും ചെറിയ പ്രായമൊക്കെ ചെന്നവർക്കൊക്കെ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കാരണം അത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ. അത് അങ്ങനെയും കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തവയിലിട്ടൊന്ന് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് മൊരിയിച്ചും കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മുട്ടയിലൊക്കെ മുക്കി നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതവിടെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്കത് മുട്ട ചേർക്കാതെ ഡയറക്റ്റ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അതും കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് എണ്ണ ഒഴിച്ചിട്ട് മുട്ട എന്നുള്ള ആ ഒരു കോട്ടിംഗ് ഇല്ലാതെ ഡയറക്റ്റും ചെയ്യാവുന്നതാണ്. പക്ഷേ മുട്ടയിൽ ചേർത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് എണ്ണയൊന്നും പിടിക്കുകയൊന്നുമില്ല. വളരെ കുറച്ച് എണ്ണ, ഇത്ര പോലെ എണ്ണ വേണമെന്നില്ല. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ടിഫിനിലും ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാവുന്നതാണ്. മുതിർന്നവർക്കായാലും ഇത് ഈ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് ഒന്നും അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. കമൻ്റ് അറിയിച്ചാൽ മാത്രമല്ലേ നമുക്കിത് നിങ്ങൾ എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ സോസോ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കട്ടൻ ചായയോടൊപ്പം ഒക്കെ കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.